ഹലോ കുഞ്ഞുങ്ങളെ, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അല്ലെങ്കിൽ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്തിലെ എന്നോട് 2-3 പേര് കമൻറ്റ് ചോദിച്ചു എന്താ 9ാം ക്ലാസ് ഇടാത്തതെന്ന്. സമയപരിധി കൊണ്ടാവും ഞങ്ങളെ. ഒന്നാമത്തത്, ഞാനിപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് എന്ന് വെച്ചാൽ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഉൾക്കൊള്ളുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മുടെ പാഠത്തിൻ്റെ പേര് പുതിയ സംഖ്യകൾ അല്ലെങ്കിൽ ന്യൂ നമ്പർ എന്നാണ്. ന്യൂ നമ്പേഴ്സ് എന്നാണ്. എന്തുവാ ഈ നമ്പേഴ്സിൽ എവിടെ നോക്കില്ലേ, മാത്സിനകത്തില് ഓഡ് നമ്പർ, ഇവൻ നമ്പർ, പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ അല്ലേ, ഇങ്ങനെ ഒരുപാട് നമ്പറുകളുണ്ട് അല്ലേ. അപ്പോൾ എന്തായി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇതൊക്കെ എന്തിനാ ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ചോദ്യം കാണും, ഓഡ് നമ്പേഴ്സ്, ഇവൻ നമ്പർ. ഇത് എഴുതാനല്ല നിങ്ങളോട് ചോദിക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളായിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ 1ലോ 2ലോ പഠിക്കുന്ന കുട്ടികളല്ല ഇവൻ നമ്പറോ ഓഡ് നമ്പറോ ഒക്കെ പഠിക്കാൻ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഇത് കാണും കേട്ടോ. നോക്കാം നമുക്ക്. ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യകൾ, അത് നമുക്കറിയാം. 1, 3, 5, 7, 9 അങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്. എന്നാൽ ഈവൻ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യകൾ 2, 4, 6, 8, 10, 12 അങ്ങനെ പോകുന്നതാണ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എണ്ണസംഖ്യകൾ കേട്ടോ. എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത എന്താ? 1, 2, 3 1 മുതൽ പോകുന്ന എല്ലാം എണ്ണൽ സംഖ്യകളാണ്. എന്നാൽ ഓൾ നമ്പറോ WHO ഉണ്ട് കേട്ടോ. ഹോൾ എന്ന് പറയത്തില്ല. ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖണ്ഡ സംഖ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അതിനകത്തിൽ 0യും ഉൾക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓഡ് നമ്പർ, ഈവൻ നമ്പർ, നാച്ചുറൽ നമ്പർ, ഓൾ നമ്പർ കേട്ടോ. ഇത് ഇത്രയൊക്കെയാണല്ലോ. ഓൾ നമ്പറിൻ്റെ പ്രത്യേകത എന്താ നിങ്ങളെ, അതിനകത്തിൽ 0 ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളതിൽ എന്താ ഓഡ് നമ്പറിനകത്ത് 1, 3, 5, 7. ഇതിലില്ലാത്തത് ഏതാണ്? ഈവൻ നമ്പറിലുണ്ട് അല്ലേ. 2, 4, 6, 8 നമുക്കറിയാവുന്നതാണ്. നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ തുടങ്ങുന്നതാണ് നാച്ചുറൽ നമ്പർ. ഓക്കെ ആണോ? ഓൾ നമ്പർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, 0 മുതൽ തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് അല്ലേ. ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാണ്ട്. CBSE 7ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ തന്നെ ഇൻറ്റീജേഴ്സ് എന്നാണ്. എന്താ നിങ്ങളെ പൂർണ്ണസംഖ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും 0യും കൂടി ചേരുന്നതിനെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ -4 പ്ലസ് -5 ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അതായത് 5 - -6 ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളെ. ഇങ്ങനെയുള്ളത് പറയുന്നതിൻ്റെ പേരാണ് എന്താ കേട്ടോ. മൈനസും പ്ലസും ഒക്കെ വരുന്നതുണ്ടോ? ഇങ്ങനെയുള്ളതിൻ്റെ പറയുന്ന പേരാണ് ഇൻറ്റീജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ. എന്തൊക്കെ വരും? പോസിറ്റീവ് സംഖ്യകൾ, നെഗറ്റീവ് സംഖ്യകളും 0യും വരുന്നതാണ് ഇൻറ്റീജേഴ്സ്. ഓക്കെ ആണോ നിങ്ങളെ? അതിൻ്റെ എക്സാമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് റാഷണൽ നമ്പർ? ഈ റാഷണൽ നമ്പറും ഒരു ചാപ്റ്ററാണ് നിങ്ങൾ കേട്ടോ. എന്താ ഇതെല്ലാം CBSEയുടെ ഓരോ ചാപ്റ്ററുകളാണ്. റാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ P/Q ഫോം. നിങ്ങളോട് എന്തിനാ പറയുന്നതെന്നോ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വരിയല്ലേ പഠിക്കാനുള്ളൂ, അവർക്കൊക്കെ ഓരോ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഇത്രയൊന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഇതൊന്നും വയ്യാന്ന്, പക്ഷേ അവർ ഇതിൻ്റെ എല്ലാം ഓരോ ചാപ്റ്റർ പഠിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാ. റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ ഭിന്നക സംഖ്യകൾ എന്ന് വെച്ചാൽ P/Q ഫോം. എന്ത് ഈ P/Q ഫോം? നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലയോ നിങ്ങളെ? അതായത് ഡിവൈഡ് ചെയ്യാൻ. ഇപ്പോൾ 3/5 3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ P, 5 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ Q. ഇപ്പം മനസ്സിലായോ? 3/Q എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ 8/10. P എന്ന് പറയുന്നത് 8, Q എന്ന് പറയുന്ന 10. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ Q ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഇപ്പം നോക്കി, 8/0 ഇങ്ങനെ വരാൻ പാടില്ല. ഇതിനെ എന്ത് പറയുന്നത്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എന്താണ് റാഷണൽ നമ്പർ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇർറാഷണൽ നമ്പർ? ഇർറാഷണൽ നമ്പർ അല്ലെങ്കിൽ ഇത് ഭിന്നക സംഖ്യയാണെങ്കിൽ ഇതോ ആ ഭിന്നക സംഖ്യകൾ ഇർറാഷണൽ നമ്പർ. നോക്കൂ നിങ്ങളെ, ഇറാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നറിയാമോ? ഞാൻ നിങ്ങളോടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നോക്കിക്കേ, √4 എന്ന് പറയുന്നത് എന്താണ്? 2 × 2 ആണ് എന്താ നിങ്ങളെ 4 എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ എന്താ നമ്മളോട് ചോദിക്കുക, √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം √9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √9 അതായത് √9 ഏതൊക്കെ 2 എണ്ണം ഒരേപോലെയുള്ള ഏത് 2 സംഖ്യകൾ തങ്ങളിൽ ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 9 വന്നതെന്നാണ്. ഒരേപോലെയുള്ള ഏത് 2 സംഖ്യകൾ തങ്ങളിൽ ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 9 വന്നത്? ഏതാ നിങ്ങളെ? 3 × 3 ആണ് ഇല്ലയോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? √9ൻ്റെ ആൻസർ എങ്ങനെ എഴുതും? √9 എന്ന് വെച്ചാൽ 3 ആണ് ഞങ്ങൾ ചെയ്തത്.
ഇപ്പം പിടികിട്ടിയോ? ഇങ്ങനെ എഴുതുന്നത് പെർഫെക്റ്റ് സ്ക്വയർ. ഇതെല്ലാം എന്താ ഇങ്ങനെ പറ്റുന്നതാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താ ഇത് നമുക്ക് പറ്റുന്നുണ്ട് അല്ലേ? ഇതിനെ റാഷണൽ നമ്പർ എന്നും പറയാം. കാരണം എന്താണ്? ഇപ്പോൾ 3 എന്ന് അതൊന്നും നിങ്ങളോട് പറയണ്ട, അതൊക്കെ പോട്ടെ. അപ്പം എന്താ √9 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ അത് ഒരേപോലത്തെ രണ്ട് സംഖ്യകൾ തങ്ങളിൽ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്താ ഇപ്പം 5 എന്ന് √5 എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? √5 എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ടെണ്ണം ഒരേപോലത്തെ ഇൻറ്റു ചെയ്യുമ്പം കിട്ടുന്നുണ്ടോ എന്ന് ഉണ്ടോ? നോക്കിക്കേ, നമ്മളിപ്പോൾ ഒരേപോലത്തെ വെച്ചാൽ 1 × 1 കിട്ടുമ്പോൾ എന്താ 1, 2 × 2 അല്ലേ? 2 × 2 എത്ര? 4. പിന്നെ നമ്മൾ 3 × 3 ഒരേപോലത്തെ സംഖ്യ തന്നെ വേണമെന്നല്ലേ? 3 × 3 9 അപ്പം നമുക്ക് 5 വരുന്നുണ്ടോ? √5 വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വരാതെ ഉള്ള സംഖ്യകളെ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മളിങ്ങനെ ഒരേപോലത്തെ സംഖ്യകൾ ഇട്ട് ചെയ്യത്തില്ലേ? ഇതൊക്കെ എന്താ എളുപ്പ വഴി മാത്രം ഞാൻ പറയുന്നതാട്ടോ. ഇതിനൊക്കെ വേറെ രീതിയിലൊക്കെ പറയാം. അപ്പം ഇപ്പം നോക്കിയാൽ 3 × 3 എന്ന് പറയുന്നത് 9 ആണ് അല്ലേ? 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 9ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് വരുന്ന സംഖ്യകളുണ്ടല്ലോ, അതായത് 5, 6, 7, 8 ഇതൊക്കെ വരത്തില്ലേ? അതെല്ലാം എന്താണ്? അതൊക്കെ ഇറാഷണൽ നമ്പർ ആണെന്ന്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഞാൻ ഇച്ചിരി നല്ലപോലെ ഇച്ചിരി അടുത്ത ഇതിൽ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുന്നതിനെ എല്ലാം എന്ത് പറയുന്നത്? ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ അഭിന്നക സംഖ്യകളെന്ന് പറയുന്നത്. ഇപ്പം അത്രയും അറിയണേ. ഞാനിപ്പോൾ അടുത്ത ഇതിനകത്തിൽ പറഞ്ഞുതരാം. നോക്കിക്കേ, ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തോ നിങ്ങളെ പൈതഗോറസ് തിയറി. പൈതഗോറസ് സിദ്ധാന്തമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതെല്ലാവർക്കും തെറ്റുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതെടുക്കാൻ വേണ്ടി തന്നെയാണ് സത്യത്തിൽ ഞാൻ കയറിയത്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത നമുക്ക് പൈതഗോറസ് തിയറി അറിഞ്ഞിരിക്കണം. പൈതഗോറസ് സിദ്ധാന്തം ഞാൻ അതിനെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കി തരാം. നോക്കൂ നിങ്ങളെ, ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാണ് അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞതെന്നറിയാമോ? നോക്കിക്കേ, ഒരു വശം 90 ഡിഗ്രിയാണ്. ഒരു വശം നടി ഇവിടെ ഒരു കട്ട ഇട്ട് വെച്ചേക്കുന്നുണ്ടല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? അത് 90 ഡിഗ്രിയാണ്. അവിടെ 90 ഇനി LKG പിള്ളേരെ UKG പിള്ളേരെ കൂട്ടൊന്നും എഴുതത്തില്ല. ആ കട്ട കാണുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കണം? അവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ ഒരു വശം 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതെന്താണ്? മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അത് സംശയമില്ലല്ലോ, നമ്മൾ കുഞ്ഞിലെ മുതലേ പഠിക്കുന്നത്. ഇത് കാണുമ്പോഴേ അറിയാം എന്താണ്? ഇതൊരു മട്ട ത്രികോണമാണ് അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എവിടാണോ അതിൻ്റെ ഈ ആംഗിൾ കൊടുത്തിരിക്കുന്നത് റൈറ്റ് ആംഗിൾ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് എപ്പോഴും എന്താ? ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത്. മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് എന്താ മലയാളംകാരെ മലയാളത്തിൽ പഠിച്ചോ, ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷിൽ പഠിച്ചോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തരികയാണെങ്കിൽ അതിൻ്റെ ഈ കട്ട കൊടുത്തേക്കുന്നുണ്ടല്ലോ, ഇതാണ് 90. ഈ 90ൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണോ വരുന്നത് അതായിരിക്കും അവിടുത്തെ എന്ത്? ഹൈപ്പോട്ടന്യൂസ്. എപ്പോഴും അത് ഓർത്ത് വെച്ചേക്കണം. ഇനി ഈ പടം നേരെ തിരിച്ച് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാ വരച്ചെന്ന് വെച്ചോ, അപ്പോൾ ഇവിടെ അല്ലേ 90? അപ്പോൾ ഇവിടെ ആയിരിക്കും ഇവിടെയെന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എവിടാണോ 90 ഡിഗ്രി വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും എന്ത് വരുന്നത്? ഹൈപ്പോട്ടന്യൂസ് വരുന്നത്. ഇപ്പം മനസ്സിലായോ? ഞാൻ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇനി നമുക്ക് നോർമലി അറിയാം എന്താ? താഴെ ബേസ് അല്ലെങ്കിൽ പാദമാണെന്നും ഹൈറ്റ് എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബമാണെന്നും അല്ലേ? നേരെ ഇരിക്കുന്നത് ഹൈറ്റ് ആണെന്നറിയാം, അതിന് സംശയമൊന്നുമില്ല. താഴെ എന്താണ്? ബേസ് ആണെന്നും അറിയാം. ഹൈപ്പോട്ടന്യൂസ് ഇപ്പം മനസ്സിലായല്ലോ. ഓക്കെ, തിരിഞ്ഞു പോകത്തില്ലല്ലോ. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഇത് ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. ഇതിന് ഏതെങ്കിലും ഒരു വശം നമുക്ക് തന്നില്ല. ഒന്നുകിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡും ബേസും മാത്രമേ നമുക്ക് തന്നുള്ളൂ, ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ബേസ് മാത്രമേ തന്നുള്ളൂ, ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഇപ്പം മനസ്സിലായോ നിങ്ങളെ? 3 വശങ്ങളുണ്ട് അല്ലേ? ഇതിൽ ഏതെങ്കിലും 2 വശം നമുക്ക് തരും, മൂന്നാമത്തെ വശം നമ്മൾ കണ്ടുപിടിക്കണമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് നല്ലപോലെ അറിയണോ നിങ്ങളെ? ഇത് അറിഞ്ഞെങ്കിലേ ഈ 9ലെ നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കിക്കേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നു. AB എന്ന് പറയുന്നത് ഇവിടുത്തെ ആരാണ്? എപ്പോഴും ഓർത്തണം, ആൾട്ടിറ്റ്യൂഡാണ്. ഹൈറ്റ് അല്ലേ? ആൾട്ടിറ്റ്യൂഡാണ്. BC എന്ന് പറയുന്നത് ഇവിടുത്തെ ബേസാണ്. അപ്പോൾ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഏതാണോ വരുന്നത് അതാണ് അവിടെ ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ബേസ് തന്നിട്ടുണ്ട്,
ആൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്. എന്താണ് തരാത്തത്? ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഇതിനെല്ലാം ഇക്വേഷൻ ഉണ്ട്, എളുപ്പമാഞ്ഞില്ല. ഞാൻ എൻ്റെ ഇക്വേഷൻ എളുപ്പവഴി പറഞ്ഞുതരാം. നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൂട്ടത്തുള്ളൂ. അതായത് ആൾട്ടിറ്റ്യൂഡ് പ്ലസ് ബേസ് ആണ്, ആൾട്ടിറ്റ്യൂഡ് പ്ലസ് ബേസ് ആണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കൂട്ടുന്നുള്ളൂ എന്ന് ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡോ ബേസോ ആണ് തരാത്തതെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കുറച്ചാൽ മതി. ഇപ്പോൾ പിടികിട്ടിയോ? ഹൈപ്പോട്ടന്യൂസ് കാണാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചെങ്കിൽ അന്നേരം മാത്രം എന്ത് ചെയ്താൽ മതി? ഈ ആൾട്ടിറ്റ്യൂഡും ബേസും കൂടെ കൂട്ടിയാൽ മതി. ഇനി അതല്ല, നമുക്ക് തിരിച്ചാണ്. ഇപ്പോൾ ഹൈപ്പോട്ടന്യൂസ് തന്നു, ഹൈപ്പോട്ടന്യൂസ് തന്നു, ബേസും തന്നെന്ന് വെച്ചോ, ആൾട്ടിറ്റ്യൂഡാണ് നമുക്ക് തരാത്തതെങ്കിൽ അത് നമുക്ക് ഓരോ കണക്കും ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമുക്ക് നോക്കിയേ, ഹൈപ്പോട്ടന്യൂസ് ആണ് തരാത്തത് ആണല്ലോ. അപ്പം നമ്മൾ എഴുതണം തരാത്തത് എന്താണോ, തരാത്തത് ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു അതാണോ, ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഫസ്റ്റിൽ എഴുതുക. ഈക്വൽ എന്തൊക്കെയുണ്ട് നമുക്ക്? ഒന്നുകിൽ ലംബം പ്ലസ് പാദമൊന്നും എഴുതാം, അല്ലെങ്കിൽ പാദം പ്ലസ്, അത് കുഴപ്പമില്ല, തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്താ? അപ്പോൾ ലംബം, അതായത് ആൾട്ടിറ്റ്യൂഡ് പ്ലസ് ബേസ് എന്നും എഴുതാം, അല്ലെങ്കിൽ ലംബം പ്ലസ് പാദമെന്നും എഴുതാം. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ലംബം എന്നും പാദം എന്നും ആണോ ഇതിൻ്റെ പേര്? എന്താ? AB സ്ക്വയർ. ഇക്വേഷൻ അറിയണേ കുഞ്ഞുങ്ങളെ. എന്താ പറയുന്നത്? ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ബൈ ബേസിൻ്റെ സ്ക്വയർ എന്നാണ് അല്ലേ? ലംബത്തിൻ്റെ സ്ക്വയറും പാദത്തിൻ്റെ സ്ക്വയറുമാണ് പറയുന്നത്. അപ്പം AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. മനസ്സിലായോ? ഹൈപ്പോട്ടന്യൂസിൻ്റെ പേരെന്താണ്? AC ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് വെച്ച് ഇനി അങ്ങ് എഴുതാം. AC സ്ക്വയർ എന്ന് വെച്ചാൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണല്ലോ. AB നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ഉണ്ടല്ലോ, BC നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. ഇതിൻ്റെ എല്ലാം സ്ക്വയർ ഇടാൻ മറന്നു പോയല്ലോ കുഞ്ഞുങ്ങളെ. കാരണം എന്താ? നമ്മുടെ ഇക്വേഷനിൽ സ്ക്വയർ ഉണ്ട്. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? നടി മേളിൽ ഇട്ട് വെക്കുന്നതിനെയാണ് സ്ക്വയർ, അതൊക്കെ അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ എത്ര? 4 × 4 ആണ് ഈ സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. 4 × 2 എന്ന് എഴുതി വെക്കല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ 8 ആവത്തുള്ളൂ. 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും തെറ്റുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. 4ൻ്റെ സ്ക്വയർ 4 2 വട്ടം ഉണ്ടെന്നാണ്. 4 2 വട്ടമെങ്കിൽ 16. 3ൻ്റെ സ്ക്വയർ എന്താ? 6 എന്ന് എഴുതി വെക്കുന്നവരുണ്ട്. അല്ല, 3 2 വട്ടം ഉണ്ട്. എത്ര? 9. അപ്പോൾ 16 + 9 എത്ര കുഞ്ഞുങ്ങളെ? 25 വന്നു. എങ്ങനെ ഇവിടെ ഈ റൂട്ട് കയറി വന്നത്? ഇത് ഇവിടുന്ന് വന്നെന്നല്ലേ. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയോ? നമ്മൾ നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ AC സ്ക്വയർ അല്ലായിരുന്നോ? AC സ്ക്വയർ. ഇനി നമ്മൾ ആ സ്ക്വയറിനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? അവിടെ റൂട്ട് കൊടുത്താൽ മതി. കാരണം ആൻസർ ഈ സ്ക്വയർ ഒന്നും എഴുതത്തില്ല കേട്ടോ. നിങ്ങളത് ഓർത്തോണം, ഇവിടെ സ്ക്വയർ ഒന്നും എഴുതണ്ട. ക്വസ്റ്റ്യൻ AC സ്ക്വയർ അല്ലായിരുന്നോ? അപ്പോൾ എന്താ? AC സ്ക്വയർ എന്ന് വെച്ചാൽ 25 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണെന്നാണ്. 25 എന്ന് റൂട്ട് 25 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? 5ൻ്റെ സ്ക്വയറാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തറിയണമെന്നറിയാവോ? മുമ്പ് ഞാൻ പറയാൻ വന്നതാണ് ഇതായിരുന്നു കേട്ടോ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇത് അറിയണം. അപ്പോൾ അതായത് 1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 × 1 1 തന്നെയാണ്. അവിടെ 2 എന്ന് എഴുതി വെക്കുന്നവരുണ്ട്, അതാണ് ഞാൻ എളുപ്പം പറഞ്ഞത്. 1 × 1 2 എന്ന് എഴുതി വെച്ചവരുണ്ട്. അതുകൊണ്ട് 1 × 1 1 തന്നെയാണ് കേട്ടോ നിങ്ങളെ. 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 × 2 ആണ്, 4. അപ്പം നമ്മളോട് ചോദിക്കുക √4 എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെ എഴുതേണ്ടത്? 2 എന്നാണ് എഴുതേണ്ടത്. √4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്നാണ് എഴുതേണ്ടത്, മറക്കല്ലേ. 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 × 3 9 ആണ്. 9 എന്ന് വെച്ചാൽ റൂട്ട്, അതിന് റൂട്ടുണ്ട് അല്ലേ? 9ന് റൂട്ടുണ്ടല്ലോ, എത്ര? 3 ആണ്. അങ്ങനെ നിങ്ങൾ ഇത് ഇത്രയും എഴുതി വെക്കണം കേട്ടോ. 4ൻ്റെ ആണെങ്കിൽ 16. അപ്പം 4. 5ൻ്റെ സ്ക്വയർ √25 ആണ്. അപ്പം 5. 6ൻ്റെ സ്ക്വയർ √36 6. 7ൻ്റെ സ്ക്വയർ 49 7. 8 കണ്ടോ, ഇതെല്ലാം 10 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ആദ്യമേ നമുക്ക് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്? 7ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 7 × 7 7 2 വട്ടം ഉണ്ടെന്നാണ്. അപ്പം 49. 49ൻ്റെ റൂട്ട് കണ്ടോ, റൂട്ടാണേ. റൂട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ആണ്. അപ്പോൾ നമുക്ക് അത് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. നമ്മൾ പ്രധാനപ്പെട്ട മാത്രമാണ് പറയുന്നത്. ആദ്യം നമ്മൾ പൈതഗോറസ് തിയറിയെ കുറിച്ചാണ് പറഞ്ഞത്. പൈതഗോറസ് തിയറി അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൾട്ടിറ്റ്യൂഡും ബേസും കൂടി കൂട്ടി എഴുതണമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം നമുക്കിപ്പോൾ എന്ത് കിട്ടി? √25ൻ്റെ 5 കിട്ടി. ഇപ്പം മനസ്സിലായോ നിങ്ങളെ ഹൈപ്പോട്ടന്യൂസ് കാണാൻ? അതായത് കർണം, മലയാളത്തിൽ കർണം കാണുന്നത് എങ്ങനെയാണ്?
അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, നോക്കിക്കേ, ഇവിടെ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടില്ല. ഇവിടെ എന്താ തന്നിട്ടുണ്ട്? ബേസും ഉണ്ട്, ഹൈപ്പോട്ടന്യൂസും ഉണ്ട്. മനസ്സിലായോ? ഇവിടെ ബേസും ഉണ്ട്, ഹൈപ്പോട്ടന്യൂസും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, എന്താ, ഈ ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടി മാത്രമേ നമ്മൾ കൂട്ടുന്നുള്ളൂ. ഇനി ആൾട്ടിറ്റ്യൂഡോ ബേസോ ആണ് നമുക്ക് തരാത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? കുറയ്ക്കണമെന്ന്. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കാണാനുള്ളത് എന്താണോ, ഇവിടെ കാണാനുള്ളത് ആൾട്ടിറ്റ്യൂഡാണല്ലോ. ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ. എത്രയൊക്കെയാണെന്ന് എഴുതാമല്ലോ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര? ഇവിടെ SH, പേര് എന്തുവാണോ കൊടുക്കുന്നത് അതങ്ങ് എഴുതിയാൽ മതി. ഇനി ഹൈപ്പോട്ടന്യൂസ് 10 ആണ്. 10ൻ്റെ സ്ക്വയർ മൈനസ് 6ൻ്റെ സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 100 ആണ്. 6ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 36 ആണ്. 100ൽ നിന്നും 36 കുറയ്ക്കുകയാണ്. എപ്പോഴും ഓർത്തോണേ, ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടി മാത്രമേ കൂട്ടത്തുള്ളൂ. ആൾട്ടിറ്റ്യൂഡും ബേസും കാണാൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 100ൽ നിന്നും 36 പോയാൽ 64 എന്നുള്ളത് റൂട്ടിൽ വരും അല്ല. റൂട്ട് 64 എന്ന് വെച്ചാൽ 8 ആണ്. ഇപ്പം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളെന്താ? ഹൈപ്പോട്ടന്യൂസ് കാണാൻ പഠിച്ചു, ആൾട്ടിറ്റ്യൂഡ് കാണാൻ പഠിച്ചു. ഇനിയപ്പോൾ ഒരെണ്ണമുണ്ടല്ലോ, ആരാവും നിങ്ങളെ? ബേസ് ആണ് നമുക്ക് തന്നില്ലെങ്കിൽ എങ്ങനെ എഴുതും? നമ്മൾ പറഞ്ഞു എന്താ? ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, നമുക്കൊന്നും എന്താ കുറച്ചാൽ മതി. ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ മറ്റേ രണ്ടെണ്ണമാണെങ്കിലും കുറച്ചാൽ മതി. തന്നിരിക്കുന്ന രണ്ടും കൂടെ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്താ? നമുക്ക് കാണാനുള്ളത് ബേസ് ആണ്. അപ്പോൾ ബേസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് എഴുതാം ഇല്ലേ. ബേസിൻ്റെ സ്ക്വയർ BC ആണ്. തരാത്തത് എന്താണോ അത് എഴുതുക. BCൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് എത്ര നിങ്ങളെ? വലിയ വശം. അത് വലിയ വശം. ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണ് കാണുന്നത്? എന്താ റൈറ്റ് ആംഗിളിൻ്റെ, അതായത് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ എത്ര? 5 ആണ്. 5ൻ്റെ സ്ക്വയർ മൈനസ് 4ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ 25 ആണ്. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 25ൽ നിന്ന് 16 കുറച്ചാൽ 9 ആണ് വരുന്നത്. 9 റൂട്ട് 9ൻ്റെ എത്രയാണ്? 3 ആണ്. ഇപ്പം മനസ്സിലായോ? ബേസ് കാണാനും പഠിച്ചു, ആൾട്ടിറ്റ്യൂഡ് കാണാനും പഠിച്ചു, ഹൈപ്പോട്ടന്യൂസ് കാണാനും പഠിച്ചു. ഈ 3 പൈതഗോറസ് തിയറി അനുസരിച്ച് കാണാൻ പഠിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ എന്ത് പഠിച്ചു? പല നമ്പേഴ്സുകളെ കുറിച്ച് പഠിച്ചു. പാഠത്തിൻ്റെ പേര് ന്യൂ നമ്പർ എന്നാണ്. എന്താണ് ഈ ന്യൂ നമ്പർ? ഇറാഷണൽ നമ്പറിന് പറയുന്ന വേറൊരു പേരാണ് ന്യൂ നമ്പർ. എന്താ കുഞ്ഞുങ്ങളെ? ഇറാഷണൽ നമ്പറിൻ്റെ ഇറാഷണൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കിങ്ങനെ രണ്ട് ഒരേ സംഖ്യകൾ തങ്ങളിൽ ഇൻഡ്യൂ ചെയ്യുമ്പം കിട്ടാതെ വരുന്നതിനെ എന്ത് പറയുന്നത്? ഇറാഷണൽ നമ്പർ. ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് പൈതഗോറസ് തിയറിയാണ്. പൈതഗോറസ് തിയറി അനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ഞാൻ പറയാനത് പെർഫെക്റ്റ് സ്ക്വയർ കാണാൻ നല്ലതുപോലെ അറിയണം. അതുപോലെ തന്നെ നിങ്ങൾ മിനിമം അറിയണമെന്ന് പറയുന്നത് 1.1ൻ്റെ സ്ക്വയർ എത്രയാണ്? നിങ്ങൾ എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ? 1ൻ്റെ സ്ക്വയർ കൊണ്ടോ ഇങ്ങനെയാണോ? അല്ല. എന്താ? നിങ്ങൾ ഈ പോയിന്റ് അങ്ങ് മാറ്റണം. പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് വരും? 11 വരും. 11നെ 11 കൊണ്ട് തന്നെ ഇൻഡ്യൂ ചെയ്താൽ മതി. ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? 1.1ൻ്റെ സ്ക്വയർ ആണ് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? 11നെ 11 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2 സ്ഥാനം മാറ്റി കുത്തിടുക കേട്ടോ. 11നെ 11 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. അപ്പം നമുക്ക് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ നോക്കിയാൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. അപ്പം എത്ര? 2 സ്ഥാനം വന്നുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുക കേട്ടോ. ആ ക്ലൂ ഒക്കെ വെച്ച് അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ 12ൻ്റെ 1.2ൻ്റെ സ്ക്വയറാണ് 12 അല്ലേ. 1.2ൻ്റെ സ്ക്വയർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 12ൻ്റെ സ്ക്വയർ, 1.3ൻ്റെ സ്ക്വയർ, 13ൻ്റെ സ്ക്വയർ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഇടുന്ന കുത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എത്ര സ്ഥാനം മാറ്റിയാണോ കുത്തിടുന്നതെന്ന് നല്ലതുപോലെ അറിയണം കേട്ടോ. അതുപോലെ √2ൻ്റെ വാല്യൂയും √3യുടെ വാല്യൂയും കാണാതെ അങ്ങ് പഠിച്ചിരിക്കണം. ഇതിൻ്റെ കറക്റ്റ് മെഷർ അല്ല കേട്ടോ. ഏകദേശം ഒരു മെഷർ മാത്രമേ പറയുന്നുള്ളൂ. അതായത് √2ൻ്റെ വാല്യൂ 1.414 എന്നാണ്. അപ്രോക്സിമേറ്റ്ലി ആണ് പറയുന്നത് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇത് പറയുന്നതാണ്. അങ്ങനെ √3 1.732. ഇത് നിങ്ങൾ എന്താണ് ഇത് കാണാതെ ഇതിൻ്റെ മെഷർ പഠിക്കണം. കാരണം കണക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടൊക്കെയാണെന്നുള്ള ഡൗട്ട് വരും. അതുകൊണ്ട് ഈ 2 മെഷർ കാണാതെ പഠിക്കണം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് അടിക്കാതിരിക്കും. അപ്പോൾ √2ൻ്റെ സ്ക്വയർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? √2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ √2 2 വട്ടം ഉണ്ടെന്നാണ് അല്ലേ. √2 × √2 ആണ് അല്ലേ. √2 × √2 √4 ആണ്. നമ്മൾ പഠിച്ചതാണ് എന്താ? √4 എന്ന് വെച്ചാൽ 2 ആണ് കേട്ടോ. ഇതിലും വല്ല എളുപ്പവഴിയുണ്ടോ നിങ്ങളെ? ഇപ്പോൾ √3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3 ആണ്. √4ൻ്റെ സ്ക്വയർ എന്താ? 4 ആണ്. ഈ ഒരു ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കാരണം ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ടെസ്റ്റിലെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്.
We have seen in class 8 that any odd number can be written as the difference of two perfect square. Use these to draw square of area 7 square centimeter and 11 square centimeter. What are the length of the side of these square? എന്തുവാന്ന് ഏതാണ്ടൊക്കെ ഇരുന്ന് പറഞ്ഞു അല്ലേ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഏത് ഒറ്റ സംഖ്യയെയും രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചെന്ന്. ഇത് ഉപയോഗിച്ച് 7 ചതുരശ്ര സെൻറ്റിമീറ്ററും 11 ചതുരശ്ര സെൻറ്റിമീറ്ററും പരപ്പളവുള്ള സമചതുരങ്ങൾ വരയ്ക്കുക. വശങ്ങളുടെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഈ പരപ്പളവ്, ചുറ്റളവ് എന്നൊക്കെ വെച്ചാൽ എന്താ നിങ്ങളെ? ചുറ്റളവ് എന്ന് വെച്ചാൽ പെരിമീറ്റർ ആണ്, പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയയാണ് കേട്ടോ. അത് മലയാളം ഇംഗ്ലീഷുകാരും ഒന്ന് അറിയണം കേട്ടോ. ചുറ്റളവ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവാണ് പെരിമീറ്റർ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ? ഏരിയയാണ് കേട്ടോ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടി. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? 7 ചതുരശ്ര സെൻറ്റിമീറ്റർ, 7 ചതുരശ്ര സെൻറ്റിമീറ്ററും 11 ചതുരശ്ര സെൻറ്റിമീറ്ററുമുള്ള എന്തുണ്ട്? സമചതുരങ്ങൾ വരയ്ക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇതുപോലെയുള്ള സമചതുരങ്ങൾ നമ്മൾ വരയ്ക്കണം. പക്ഷേ ഇതിനൊന്നും അളവും കാര്യങ്ങളും ഒന്നുമില്ല. ഉണ്ടോ? അപ്പോൾ നമ്മളോട് ആദ്യം ചോദിച്ചത് എത്ര നിങ്ങളെ? 7 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ചതുരശ്ര സെൻറ്റിമീറ്റർ. ഈ 7 എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ തങ്ങളിൽ ഡിഫറൻസ് ആണ് ചോദിച്ചത് അല്ലേ. നമ്മൾ ഡിഫറൻസ് എന്ന് കേട്ടാൽ എന്താണ്? കുറയ്ക്കുക എന്നാണ്. എന്താ നിങ്ങളെ? ഡിഫറൻസ് എന്ന് കേട്ടാൽ എന്താണ്? കുറയ്ക്കുക എന്നാണ്. ഏതൊക്കെ തങ്ങളിൽ കുറയ്ക്കുമ്പോഴാണ് നമുക്കിവിടെ 7 വരുന്നത്? മുമ്പ് നമ്മൾ ചെയ്ത രീതി വെച്ച് നോക്കിക്കേ. ഇപ്പം 2ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ. ആദ്യം നമുക്കല്ലേ 1ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ എത്ര നിങ്ങളെ? 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 1ൻ്റെ സ്ക്വയറും 1 തന്നെ. 1 മൈനസ് 1 0 ആണ്. അപ്പോൾ അതല്ല, മനസ്സിലായോ? അടുത്ത 2ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എത്ര? 4 ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ വ്യത്യാസം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. 2ൻ്റെ സ്ക്വയർ 4 ആണ്, 1ൻ്റെ സ്ക്വയർ 1 ആണ് അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 3 കിട്ടി. ഇനി 3ൻ്റെ സ്ക്വയർ മൈനസ് 2ൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എത്ര നിങ്ങളെ? 3 9 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 4ൻ്റെ സ്ക്വയർ മൈനസ് 3ൻ്റെ സ്ക്വയർ, അതായത് 1 2 3 4 എന്ന് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുക. ഏത് വരുന്നു? 7 അല്ലേ വരേണ്ടത്. അപ്പം നമുക്ക് 3 കിട്ടി, 5 കിട്ടി. അടുത്ത നോക്കിക്കേ. 4ൻ്റെ സ്ക്വയർ എത്ര ആവും നിങ്ങളെ? 4ൻ്റെ സ്ക്വയർ 16 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. അപ്പം മനസ്സിലായോ നിങ്ങളെ? ആ 7 വരുന്നത് ഏത് രീതിയിലാണെന്ന് ഈ ഒരു ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ സ്ക്വയർ പഠിച്ച് മനസ്സിലായോ? എന്തിനാ പഠിച്ചതെന്ന് ഇപ്പം മനസ്സിലായോ? അതായത് 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 16 ആണ്. 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 9 ആണ്. അപ്പം നമുക്ക് 7 കിട്ടി. ഇവിടെ നമ്മളോട് ചോദിച്ചത് 7 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ 7 വന്നത് ഏതൊക്കെ തങ്ങളിൽ ചെയ്തപ്പോഴാണ്? ഏതൊക്കെ തങ്ങളിലാ? 4ൻ്റെ സ്ക്വയർ മൈനസ് 3ൻ്റെ സ്ക്വയർ. ഇവിടെ മൈനസ് ആണ് വന്നത് അല്ലേ. അപ്പോൾ എന്തായാലും എന്താ? ഹൈപ്പോട്ടന്യൂസ് അല്ല എന്നറിയാം അല്ലേ. അതോ നിങ്ങളെ? 4ൻ്റെ സ്ക്വയർ മൈനസ് 3ൻ്റെ സ്ക്വയർ. നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക? ഒരു റൈറ്റ് ആംഗിൾ വരയ്ക്കുക. എന്താ? റൈറ്റ് ആംഗിൾ വരയ്ക്കുക. റൈറ്റ് ആംഗിൾ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4ൻ്റെ സ്ക്വയറും 3ൻ്റെ സ്ക്വയറും. വലിയത് ഏതാന്ന് വെച്ചാൽ ഏറ്റവും വലുത് എവിടാന്ന് വെച്ചാൽ അവിടെ എഴുതാനാണ് പറയുന്നത്. ഇതിനകത്തിലെ ഏറ്റവും വലുത് ഏതാ കുഞ്ഞുങ്ങളെ? ഏതാ? ഇവിടെ അല്ലേ. അപ്പം നമ്മളിവിടെ 4 കൊടുത്തു. എന്തുകൊണ്ട് അവിടെ അങ്ങനെ 4 കൊടുത്തത്? 4 ആണോ 3 ആണോ വലുത്? 4. അപ്പോൾ വലിയ സ്ഥലത്ത് 4 കൊടുത്തു കേട്ടോ. ഇനി അടുത്ത എത്ര? 3. എന്തുകൊണ്ടാണ് കുറച്ചതെന്ന് മനസ്സിലായോ? 4 മൈനസ് 3 അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? 4 മൈനസ് 3. ഇവിടെ നമുക്ക് ആൾട്ടിറ്റ്യൂഡാണ് അപ്പോൾ കിട്ടാനുള്ളത്. ആൾട്ടിറ്റ്യൂഡാണ് കിട്ടാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇതിനൊക്കെ ഓരോ പേര് കൊടുക്കരുതോ? എന്ത് കൊടുക്കാം? ഇവിടെ ഇത് എ, ഇത് ബി, ഇത് സി എന്നുള്ള പേര് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? മുമ്പ് നമ്മൾ പൈതഗോറസ് തിയറി പഠിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇവിടെ ഏതാ കിട്ടാവുന്നത്? ആൾട്ടിറ്റ്യൂഡ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ എഴുതണം? എന്താ എടുക്കാം? അതിൻ്റെ ഓപ്പോസിറ്റായ എങ്ങനെ എഴുതാം? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ.
അല്ല മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞ്? ഈ 4 കിട്ടിയതും 3 കിട്ടിയതും ഒക്കെ താണ്ടി കിടക്കുന്ന വലിയ വശം ഏതായിരുന്നു? 4. ആ 4 ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4 പിന്നെ 3 വന്നതും മനസ്സിലായല്ലോ, 3. ഇനി ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡാണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കാണുന്ന ഇക്വേഷൻ, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ആൾട്ടിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്രയാ? അപ്പം ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു ഹൈപ്പോട്ടന്യൂസ് 4ൻ്റെ സ്ക്വയർ മൈനസ് 3ൻ്റെ സ്ക്വയർ. അപ്പം നമുക്കിനി ആൾട്ടിറ്റ്യൂഡ് എന്ന് എഴുതേണ്ട, അതിൻ്റെ പേരെഴുതാം. എന്താ? സി എന്ന് എഴുതത്തില്ല, നമ്മൾ എപ്പോഴും ആൽഫബറ്റിക് ഓർഡറിൽ എ സി എന്ന് കൊടുക്കാം. എ സിയുടെ സ്ക്വയർ ഈസിക്കൽ ടു സ്ക്വയർ വന്ന എന്തുകൊണ്ടാണ്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? സ്ക്വയർ വന്ന എന്തുകൊണ്ടാണ്? സ്ക്വയർ ഇതിൻ്റെ കേട്ടോ. സ്ക്വയർ വന്ന് 4ൻ്റെ സ്ക്വയർ 16 3ൻ്റെ സ്ക്വയർ 9. അപ്പം എ സി സ്ക്വയർ എത്ര കിട്ടി? എ സി ഈസിക്കൽ ടു എത്ര കിട്ടി കുഞ്ഞിനെ? 16 9 പോയാൽ 7. 16 9 പോയാൽ 7. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 7 ഇവിടെ എ സി സ്ക്വയർ അല്ലായിരുന്നോ? അപ്പം നമ്മൾ ഈ സ്ക്വയർ ഇങ്ങ് മാറ്റിയിട്ട് എ സി ഈസിക്കൽ ടു √7 എന്ന് പറഞ്ഞു. ഈ 7 വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഈ എ സി കിട്ടി നമുക്ക്. എത്ര കിട്ടി? √7 കിട്ടി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിൽ കൂടുതലൊന്നും ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമുക്ക് എന്തോ കിട്ടി? ഈ പടത്തിനകത്തിൽ 4 കിട്ടി, 3 കിട്ടി. ഇവിടെ എത്ര എന്നാ പറഞ്ഞത്? √7 ഇവിടെ വന്നത്. അപ്പം നമുക്ക് വേറൊരെണ്ണം റഫായിട്ട് വരയ്ക്കാം. ഇവിടെ അത് വരയ്ക്കണം അല്ലേ? ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ എത്ര വരയ്ക്കേണ്ടത്? 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സ്കെയിലിൽ കാണാൻ പറ്റത്തില്ലേ? ഇവിടെ സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ എടുക്കുക. 0 to 3 എടുക്കുക കേട്ടോ. എന്നിട്ട് നേരെ വേണേ, ഇത് പ്രൊട്രാക്ടർ വെച്ചിട്ടായാലും വേണ്ടിയില്ല, നേരെ വരയ്ക്കണം. എത്ര വരയ്ക്കണം എന്നറിയോ? 4 സെൻറ്റിമീറ്റർ വേണം ഇവിടോട്ട് വരയ്ക്കാൻ കേട്ടോ. നിങ്ങൾ അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. എത്ര? 4. ഇവിടെ 4 എടുത്തു. എന്നിട്ട് ഇത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിച്ചാൽ മതി. ഇവിടെ 4 തന്നെ എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ 4. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിക്കാന്നേ പറയുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇവിടെ എത്രയൊക്കെ വരുമെന്നാണ് പറഞ്ഞത്? വലിയ വശം 4, ഇവിടെ 3. പിന്നെ ഇങ്ങോട്ട് എന്താണ്? 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീളത്തിൽ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഇവിടാണ് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുക. ഇവിടെ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുക. ഈ വരുന്നത് ഇവിടെയും 4 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുക എന്നുള്ളത് കേട്ടോ. കറക്റ്റായിട്ട് വെക്കണേ. ഞാനിവിടെ പേന വെച്ച് ആദ്യം വരച്ചുകൊണ്ടൊരിതുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? നമുക്ക് എത്ര കിട്ടിയ? √7 അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? √7. ഇവിടെയും സ്ക്വയർ അല്ലേ? സ്ക്വയർ ആകുമ്പോൾ 4 വശവും ഒരുപോലെ വരും. √7 ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. അപ്പം നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഏരിയ ഈസിക്കൽ ടു, ഏരിയ കാണാൻ എന്തോ ചെയ്യണം? സ്ക്വയറിൻ്റെ സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് ഇൻറ്റു സൈഡാകും നിങ്ങൾ എന്താ? ഏരിയ. സൈഡ് എത്ര വന്നത്? √7 ഇൻറ്റു √7. ഒരേപോലത്തെ 2 എണ്ണം വന്നാൽ എന്തോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 7 × 7 √49 ആണ്. അപ്പം നമുക്ക് എന്ത് വരും? എപ്പോഴും ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. അതേ സംഖ്യ തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ഏരിയ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഞാനൊരു എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇനി ഇതിൻ്റെ 11 ചെയ്യണം കേട്ടോ. ഇപ്പം നമുക്ക് ടൈം ഒരുപാടായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയണേ നിങ്ങളെ കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ അപ്പം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.